السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ ഏറ്റവും അതിപ്രധാനമായ ഒരു സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം എന്നുള്ളത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അവിടുന്ന് പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വല്ലൊരുത്തനും വിശ്വസിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും തറാവീഹ് നിസ്കാരം നിർവഹിച്ചാൽ അയാളെ പാപങ്ങളെല്ലാം അത് കാരണം അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് സഹാബത്തും ഒന്നിച്ചു 1-2 ദിവസങ്ങളിൽ മാത്രമാണ് തറാവീഹ് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജമാഅത്തായുള്ള നിസ്കാരം റസൂലുള്ളാഹി തങ്ങൾ ഒഴിവാക്കുകയാണ് ഉണ്ടായിരുന്നത്. അതിന് കാരണം മഹാന്മാർ പറഞ്ഞത്, സ്വഹാബത്തിൻ്റെ ആവേശം കണ്ടിട്ട് അവരുടെ ഉന്മേഷം കൊണ്ട് ഇതെങ്ങാനും ഫർളാക്കപ്പെട്ടാൽ അവിടുത്തെ ഉമ്മത്തിന് സമുദായത്തിന് അത് പ്രയാസമാവും എന്ന ഭയത്താലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തായ നിസ്കാരം ഒഴിവാക്കിയതെന്ന് അതിന് വിശദീകരണം നൽകപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലത്ത് മഹാനവർകൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൽ ഖാരി റളിയല്ലാഹു അൻഹുമൊത്ത് പള്ളിയിലേക്ക് റമളാൻ ഷരീഫിൽ കടന്നു ചെന്നപ്പോൾ മഹാനവർകൾ പറയുന്നുണ്ട്, ജനങ്ങളൊക്കെ പള്ളിയിൽ ഫൈദന്നാസ് ഔസാഉൻ മുതഫർരിഖൂന യുസല്ലി റജുലു ലിനഫ്സിഹി വയുസല്ലി റജുലു ഫയുസല്ലി ബിസ്വലാത്തിഹി അർറഹത്തു. ജനങ്ങൾ ഒറ്റയായും അതുപോലെ ചെറു സംഘങ്ങളായി പള്ളിയിൽ നിന്നിങ്ങനെ തറാവീഹ് നിസ്കാരം നിർവഹിക്കപ്പെടുന്നത് കണ്ടപ്പോൾ ഫഖാല ഉമർ, സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നി അറാ ലൗ ജമഅതു ഹഉലായി അലാ ഖാരിഇൻ വാഹിദിൻ ലകാന അംസല സുമ്മ അസമ. ഇവരെല്ലാവരെയും ഒരു ഖാരിഇൻ്റെ ഒരു ഇമാമിൻ്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ അതിലേറ്റവും നല്ലത്. അങ്ങനെ അദ്ദേഹം അത് അപ്രകാരം ചെയ്യാൻ ഉറപ്പിക്കുകയും ഫജമഅഹു അലാ ഉബയ്യ് ബിൻ കഅബ്, സയ്യിദന ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലായിക്കൊണ്ട് ഒറ്റ ജമാഅത്തായി തറാവീഹ് നിസ്കാരം മഹാനവകൾ നടപ്പാക്കുകയാണ് ചെയ്തത്. തുമ്മ ഖറജതു മഅഹു ലൈലത്തുൻ ഉഖറ. മറ്റൊരു രാത്രി സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഞാൻ പോയപ്പോൾ വന്നാസു യുസല്ലൂന ബിസ്വലാത്തി ഖാരിഇഹിം, എല്ലാവരും ഒറ്റ ഇമാമിൻ്റെ കീഴിൽ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹുവിൻ്റെ കീഴിൽ വളരെ ഭംഗിയായി തറാവീഹ് നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമൽ ബിദ്അതു ഹാദിഹി, എന്തൊരു നല്ല ആചാരമാണത്, കാണാൻ എന്തൊരു ഭംഗിയുണ്ടത്. വല്ലത്തി യനാമൂന അൻഹ അഫ്ളു മിനല്ലത്തി യഖൂമൂന യുരീദു ആഖിറൽ ലൈലി വകാന നാസു യഖൂമൂന അവ്വലഹു. ജനങ്ങളൊക്കെ കടന്നുറങ്ങുക, ആദ്യ സമയത്ത് കടന്നുറങ്ങുന്നതിനേക്കാളൊക്കെ ഇതുപോലെ ഇമാമിൻ്റെ പിന്നിൽ ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ തറാവീഹ് നിസ്കാരം ഒറ്റ ഇമാമിൻ്റെ കീഴിൽ ജമാഅത്തായി നടപ്പാക്കുകയും മറ്റു പല ഹദീസുകളിലും വന്നതുപോലെ അവർ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരാവുന്ന സ്വഹാബത്ത് നമുക്ക് വലിയ മാതൃകയാണ്. അവരെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, കാലങ്ങൾ കഴിയുമ്പോൾ കുറേ അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ എന്നെയും അതുപോലെ സജ്ജരിതരായ ഖുലഫാഉർ റാഷിദീങ്ങളെയും ചര്യ മുറുകെ പിടിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്രകാരം നിങ്ങൾ ചെയ്യണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല മുത്ത് ഹബീബിനെ പിൻപറ്റി സഹാബത്തെ കാണിച്ചെന്ന മാതൃകകൾ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.